ശരിക്കുണ്ടല്ല നമ്മളുടെ ഈ ഒരു ചിക്കൻ ചുക്കയും സാധാരണ ചിക്കൻ കറിയും തമ്മിൽ ഉണ്ടാക്കുന്നതിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നിൽ സവാള നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കണം, മറ്റേതിൽ ഡയറക്റ്റ് വഴറ്റി ഉണ്ടാക്കണം. പക്ഷേ ഉണ്ടല്ലോ രണ്ടും തമ്മിലുള്ള ടേസ്റ്റ് വ്യത്യാസം. ഓ, നമ്മുടെ ഈ ഒരു ചിക്കൻ ചുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ 5 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് തിരുമിയിട്ട് ഒരു 10 മിനിറ്റായിട്ട് മാറ്റി വെച്ച്. ഇനി ഒരു പാനിലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ സവാള ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കില്ലേ, അതേപോലെ അങ്ങോട്ട് വറുത്തെടുത്ത് ഞാനൊരു 3-4 പ്രാവശ്യമായിട്ടാണ് നമ്മൾ സവാള മുഴുവൻ വറുത്തിരിക്കുന്നത്. ഇനി ഈ വെളിച്ചെണ്ണ മുഴുവൻ ഞാൻ വേറൊരു വലിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലോടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ അകത്തേക്ക് 2 വലിയ തക്കാളിയോട് ചെറുതാക്കി അതും ചേർക്കണ്ടേ. അതിൻ്റെ പുറകെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പോടെ ചേർത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നേരെ അങ്ങോട്ട് അടച്ച് വെക്കുക. ഇനി നമ്മൾ തക്കാളിയൊക്കെ ഉണ്ടല്ലോ നല്ല പേസ്റ്റ് പോലെ അങ്ങോട്ട് ഉടഞ്ഞു വരണിട്ടാ. ആ സമയത്ത് വേണം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട്. ആദ്യം ഒരു 3-4 മിനിറ്റ് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ അങ്ങോട്ട് അടച്ച് വെക്കുക. ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് അടച്ച് വെക്കണം കേട്ടോ. ഇനി ഈ ചിക്കൻ അവിടെ കിടന്നേ നല്ലോണം അങ്ങോട്ട് വേവട്ടെ. അതിന് ശേഷം വേണം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ സവാളില്ലേ അത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ കുരുമുളകിൻ്റെ പൊടിയാണ്, പിന്നെ കുറച്ച് കറിവേപ്പിലോടെ ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇനി ഉണ്ടല്ലോ ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സർവ് ചെയ്തിരിക്കുന്നത്. നെയ്ച്ചോറിന് മാത്രമല്ല പത്തിരി, പുട്ട്, ഇടിയപ്പം, കുബൂസ് എന്തിൻ്റെ കൂടെയാണെങ്കിലും നല്ല സൂപ്പർ കോമ്പിനേഷൻ.